പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മീഡിയ 7-ലെ ചായ ചാറ്റ് എന്ന പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് മനുഷ്യാവകാശ സംഘടനാ ഫോറം, ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയുടെ സ്ഥാപകനും സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീമാൻ അബ്ദുൽ അസീസാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മനുഷ്യാവകാശ ഫോറം, ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയുടെ സ്ഥാപകനാണ് താങ്കൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഘടനയ്ക്ക് താങ്കൾ മുന്നിട്ടിറങ്ങിയത്? നമസ്കാരം. ഞാൻ ഈ സംഘടനയുമായി 2010 മുതൽ മറ്റ് സംഘടനകളിൽ കൂടി പ്രവർത്തിച്ചു വന്നതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യവും കാലഘട്ടത്തിൻ്റെ അനുയോജ്യതയും ഈ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഞാൻ രൂപീകരിച്ചൊരു സംഘടനയാണ്. നിരവധി മാനവാധികാർ എന്നുള്ള സംഘടന, ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നീ സംഘടനകളും ഈ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. ബോംബെയിലും അത്തരമൊരു സംഘടനയിൽ നിന്നും ഫൗണ്ടേഷൻസ് എന്ന പേരിൽ നമ്മളിവിടെ ഒരു സംഘടന എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിക്കൊണ്ട് ഞാൻ നടത്തുകയുണ്ടായി. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ബിൽഡിംഗ്. ആ ഫൗണ്ടേഷനിലൂടെ ബോംബെയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇതിൻ്റെ സുതാര്യത നമ്മൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി ബൈലോ ആവശ്യപ്പെടുകയും ബൈലോ തരാൻ പറ്റില്ലെന്നും ഫോട്ടോ കോപ്പി പോലും എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും MG സിംഗ് മുതലായവരാണ് അതിൻ്റെ റെയിൽവേയുടെ എഞ്ചിനീയറായിരുന്ന അദ്ദേഹമാണ് ഈ NGO നടത്തിക്കൊണ്ടുവന്നതെന്നും മനസ്സിലായി. പക്ഷേ അവിടെ ചെല്ലാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ചെല്ലുകയും അദ്ദേഹം ഒരു ഫോട്ടോ കോപ്പി പോലും ബൈലോസിന് തരാൻ തയ്യാറാകുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘടന ഇന്ത്യ രാജ്യത്തെ സുതാര്യത എല്ലാവർക്കും തുല്യതാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനയുടെ രജിസ്ട്രേഷൻ്റെ ബൈലോ നൽകില്ല എന്ന് പറയുന്നതിൽ തന്നെ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതായത് മനുഷ്യൻ്റെ അവകാശങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന ഒരു രീതിയാണെന്ന് സാറിന് തോന്നി? അദ്ദേഹം മനുഷ്യാവകാശങ്ങളെ നടത്തുന്നു, ഞങ്ങളൊരു ട്രസ്റ്റാണ്, ഞങ്ങൾ കുടുംബക്കാരാണത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നവർക്ക് നിങ്ങൾക്ക് ഒരു യൂണിറ്റിൽ പ്രവർത്തിക്കാനോ കഴിയും. പക്ഷേ ഞങ്ങളുടെ ബൈലോസോ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല. രജിസ്ട്രേഷൻ്റെ കോപ്പി തരും, അത് നിങ്ങൾ ഓഫീസിൽ പ്രദർശിപ്പിക്കുക. അത് പ്രകാരം നിങ്ങൾക്ക് ഫങ്ഷൻസോ മറ്റേ ചാരിറ്റിയോ എന്താണോ നടത്താം. അതിൽ കവിഞ്ഞ് കൂടുതലൊന്നും അവരോട് ചോദിക്കേണ്ട, അതിനൊന്നും സാധ്യമല്ല. അലിഗേഷൻസ് ഉണ്ടാകും. അങ്ങനെ അലിഗേഷൻസ് ഉണ്ടായാൽ ഇതിന് സമാധാനം പറയേണ്ടത് ഞങ്ങളാണ്. അതുകൊണ്ടാണ് ബൈലോസ് തരാത്തത് എന്ന് പറഞ്ഞു. അങ്ങനെ ബൈലോസ് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തെ സെക്രട്ടറിയുമായി ചേർന്ന് ബൈലോസ് കാണിച്ചു. അപ്പോൾ ഒരു വൈകല്യമുള്ള ഒരു രജിസ്ട്രേഷൻ ആയിട്ടാണ് അതിനെ കാണാൻ കഴിഞ്ഞത്. ഒന്ന്, അതിൻ്റെ സ്റ്റാമ്പ് പേപ്പർ ഒരു വളരെ വില കുറഞ്ഞ ഒരു സ്റ്റാമ്പ് പേപ്പറും അതിനകത്ത് ഒപ്പിട്ടിട്ടുള്ള ആൾക്കാർ തന്നെ വെട്ടും തിരുത്തും, അതുപോലെ തന്നെ അതിൻ്റെ ടേംസ് ഓഫ് കണ്ടീഷൻസും നിയമാവലിയിലും എല്ലാം പല സ്ഥലത്തായിട്ട് വെട്ടും തിരുത്തുമൊക്കെ കാണാനിടയായി. അപ്പോൾ ഇത് നമ്മളെ അഡ്വക്കേറ്റ് പറഞ്ഞ് ഇതൊരു വ്യാജമായ ഒരു സംഘടനയാണ്, അതുകൊണ്ട് ഈ NGOയിൽ ചേരാതിരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ആ കാര്യം ബോധ്യപ്പെടുകയും ഞങ്ങൾ പോയി 4 പേരും ബോംബെയിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് പോരുകയുമാണ് ഉണ്ടായത്. ഇത് ഏത് വർഷമാണ് സാർ ഇത് സ്ഥാപിതമാക്കിയത്? ഹ്യൂമൻ റൈറ്റ്സ് നിലവിൽ നടക്കുന്ന സംഘടന ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇന്ത്യ, അത് 2015 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു നാഷണൽ രജിസ്ട്രേഷന് വേണ്ടി മലപ്പുറത്ത് പോയി നമ്മൾ അവിടെ ഒരു രജിസ്ട്രേഷൻ, അവിടുത്തെ ഒരാളെയും കൂടി ചേർത്ത് അവിടുത്തെ രജിസ്റ്റേർഡ് ഓഫീസ് വെച്ചുകൊണ്ട് തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യാണ് ചെയ്തത്. സംഘടന ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ
1952 രജിസ്ട്രേഷൻ തിരുവിതാംകൂർ തിരുക്കൊച്ചിയുടെ രജിസ്ട്രേഷനാണ് നമ്മൾ പാലക്കാടിൻ്റെ പകുതി ഭാഗം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെ വരും. എന്നാൽ 1860യുടെ ഒരു അംഗീകാരത്തോടു കൂടിയുള്ള രജിസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ അത് നാഷണൽ ഓർഗനൈസേഷനായി മാറ്റാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് അങ്ങനെ പോയി മലപ്പുറത്ത് നമ്മൾ ഇത് രൂപീകരിച്ചത്. എന്തുകൊണ്ടാണ് മലപ്പുറം തിരഞ്ഞെടുത്തത്? അല്ലെ, മലപ്പുറം എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ നോർത്ത് എൻഡ് മുതൽ ഡൽഹി വരെയുള്ള സ്ഥലങ്ങളിലാണ് ഈ 1860 രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ ആവശ്യമില്ല. തിരുവിതാംകൂർ തിരുക്കൊച്ചി 1952 ആണ്. ആ 52 പ്രകാരം ചെയ്താൽ നമ്മൾ ഡൽഹി പോയി നാഷണൽ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ വേറെ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് 2 രജിസ്ട്രേഷൻ വരും. അപ്പോൾ കൂടുതൽ സുതാര്യതയും ആദ്യകാലത്ത് തന്നെ ഉള്ള ഒരു രജിസ്ട്രേഷൻ എന്നുള്ള നിലക്കും ഇത് കൂടുതൽ നാഷണലൈസ് ചെയ്തു പോകാൻ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് കൊണ്ടും ആണ് അങ്ങനെ പോയത്. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ മനുഷ്യാവകാശ സംഘടന കഴിഞ്ഞാൽ പ്രൈവറ്റായിട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നല്ല പ്രവൃത്തികൾ ഏറ്റവും കൂടുതലും ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഫോറമാണ്. കാര്യം ഞാനും അതിലൊരു മെമ്പറാണ്. സാറിനെ പോലുള്ള ആൾക്കാർ എന്നെയും സ്വീകരിച്ചു. എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ഞാനും കണ്ടിട്ടുള്ളതാണ്. പല നമ്മളുടെ അവകാശങ്ങളും കോടതി അംഗീകരിക്കുകയും അതിന് സപ്പോർട്ടായിട്ട് നമുക്ക് അനുകൂല വിധി വരികയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അതിൽ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു 2-3 വിധികളെക്കുറിച്ച് പറയാമോ? ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ പേരിലൊരു വിധികളും വന്നിട്ടില്ല. അല്ല, നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ എല്ലാ NGOസും രജിസ്റ്റർ ചെയ്യേണ്ടത് സർക്കാർ നിയമമാണ്, ഇന്ത്യ ഗവൺമെൻറ് നിയമമാണ്. അത് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനം കാഴ്ചവെക്കാനും അലിഗേഷൻ ഇല്ലാത്ത ഒരു പ്രവർത്തന രീതി കൊണ്ട് മാത്രമേ സംഘടനകൾ നിലനിൽക്കുള്ളൂ. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാൻ പാടില്ല. ഞങ്ങളാരും വിദേശ ഫണ്ട് സ്വീകരിക്കാറില്ല. സാധാരണ മനുഷ്യരിൽ നിന്ന് പോലും ഒരു ഫണ്ടും സ്വീകരിക്കാറില്ല. സ്വന്തം പോക്കറ്റിൽ നിന്നും ആ അംഗങ്ങളിൽ തരുന്ന ഇതിൽ നിന്നുമാണ് നമ്മുടെ പ്രവർത്തനം നടത്തുക. പിന്നെ കൂടുതൽ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ നീതി നിഷേധം അലിഗേഷൻസിനെ നമ്മൾ കൃത്യമായി എടുക്കുകയും അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നത് വരെയും അതിൻ്റെ നിയമവഴിയിലൂടെ മുന്നോട്ട് പോവുകയും അധികാരികളിലൂടെ നിയമം സൃഷ്ടിക്കപ്പെടുന്നത് വരെ പോരാട്ടം നടത്തുകയും ചെയ്ത് അത് നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനത്തിലെ വൈകല്യങ്ങളില്ലാതിരിക്കാൻ പരമാവധി നമ്മുടെ അംഗങ്ങളായ എക്സിക്യൂട്ടീവ്സ് എല്ലാം പ്രത്യേകം മുൻകരുതലെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഈ 2015 മുതൽ ഇപ്പോൾ 2026 വരെയും ഈ സംഘടനയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനും അത് ഉദ്യോഗസ്ഥ തലത്തിലും ജസ്റ്റിസുമാരുടെ ഇടയിലും വലിയ അഭിപ്രായം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ അതിനെ കാണുകയാണ്. ഈ അടുത്ത സമയത്ത് കളമശ്ശേരി ൊരു ഒപ്പ് ശേഖരണം ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കൾക്കെതിരെ ഒരു ഒപ്പ് ശേഖരണം, വലിയൊരു ഒപ്പ് ശേഖരണം. ഞാനും അതിലത് പങ്കെടുത്തിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിലൊരു ഭാഗം എന്നുള്ള നിലക്കാണ് തെരുവ് നായ ആക്രമണത്തിനെതിരെ ഒരു ഒപ്പ് ശേഖരണം നടത്തിയത്. കാരണം സർക്കാരുകൾക്ക് വിലക്കുകളുണ്ട് എന്നും സുപ്രീം കോടതി പറയാതെ ഇനിയൊരു നിയമം സൃഷ്ടിക്കാതെ നായ്ക്കളെ ബന്ദികളാക്കാനോ ഷെൽട്ടർ ചെയ്യാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണെന്നുള്ളതും പ്രകടമായതുകൊണ്ട് സുപ്രീം കോടതിയെ ഭാഗത്ത് നമ്മളിത് കേൾപ്പിക്കാനും സുപ്രീം കോടതിക്ക് ഈ ഒപ്പുശേഖരണം സമർപ്പിക്കാനുമാണ് നമ്മൾ ശ്രമിച്ചത്. അതുവഴി നമ്മുടെ പ്രവർത്തനം വളരെ വിജയിക്കുകയും ഇന്നത്തെ സുപ്രീം കോടതി വിധി
നായ്ക്കളെ കൊല്ലരുത് എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന വിധിയെങ്കിൽ നായ് സ്നേഹികളെല്ലാം അതുപോലെ തന്നെ ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന മരുന്ന് കമ്പനിക്കാരും കൂടിയാണ് ഇവിടെ ഇത്രയും ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയും പേ പിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ അമ്മമാരുൾപ്പെടെ വയോധികർ ഉൾപ്പെടെ അനാഥരാകുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായി കേരളത്തിൽ നടക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന വിദേശ വനിതകളെ തെരുവുനായ ആക്രമിച്ചു. അത് സംബന്ധമായി തെരുവുനായ ഓടിപ്പോയി. ആ വിദേശ ബ്രിട്ടനിൽ നിന്നും വന്നവരാണ്. അത് പത്രങ്ങളിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന അഭിമാനക്ഷതം വളരെ മോശമായ അവസ്ഥയിലായതുകൊണ്ട് ഇത് തീർത്തും ഇതിൽ നിന്ന് മാറണം എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പുശേഖരണവുമായി മുന്നോട്ട് പോയത്. ഒരു പരിധിവരെയും ഒപ്പുശേഖരണം നമ്മൾ നടത്തുകയും അത് സുപ്രീം കോടതിക്കും സർക്കാരിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമൊക്കെ അതിനെ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സഡനായൊരു വിധിയൊന്നും വന്നില്ലെങ്കിൽ കൂടി അടുത്ത കാലത്തായിട്ട് അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാം എന്നും ABC പദ്ധതി പ്രകാരം അതിനെ വന്ധീകരിക്കുകയും ഷെൽട്ടർ ചെയ്യുകയും ചെയ്യണമെന്നുള്ള ആ നിയമം ഒന്നുകൂടി ദൃഢമാക്കുകയും സുപ്രീം കോടതി അതിൻ്റെ സ്പഷ്ടമായ വിധി നമുക്ക് നൽകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനം വിജയിച്ചതായാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.